إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله صلوات الله وسلامه عليه أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് അവനെ ഭയപ്പെട്ട് അവനിൽ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടേറെ ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ വരും തലമുറയുടെ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ നിർണായകമായൊരു കാലഘട്ടം പിന്നിട്ടതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയുടെ വിജയപരാജയങ്ങളുടെ ചർച്ചകൾ അണിയറയിൽ ഒരുങ്ങുന്ന പശ്ചാത്തലത്തിലാണ് നമ്മളുള്ളത്. യഥാർത്ഥത്തിൽ നമ്മുടെ മക്കൾക്ക്, വരും തലമുറക്ക് ഭൗതികമായി ഐഹിക ലോകത്ത് ലഭിക്കുന്ന നേട്ടങ്ങളും വിജയങ്ങളും നാം അടങ്ങുന്ന രക്ഷിതാക്കളും സമൂഹവും നാടും വാർത്താമാധ്യമങ്ങളും കൊട്ടിഘോഷിക്കാറുണ്ട്, പരക്കെ ചർച്ച ചെയ്യാറുണ്ട്. ഉന്നത വിജയം നേടിയവർ അഭിനന്ദിക്കാറുണ്ട്, അവർക്ക് അനുമോദനങ്ങൾ അറിയിക്കാറുണ്ട്, അവർക്ക് സ്വീകരണങ്ങൾ നൽകുന്ന പരിപാടികൾ സജീവമായി സംഘടിപ്പിക്കാറുണ്ട്. അവരതിനുവേണ്ടി ഒരുക്കിയ രക്ഷിതാക്കൾ, അധ്യാപകർ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതിൻ്റെ പേരിൽ അഭിമാനം കൊള്ളാറുണ്ട്. സഹോദരങ്ങളെ, ഒരു പത്രമാധ്യമങ്ങളും ചർച്ച ചെയ്യാത്ത, ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും വേണ്ടത്ര റീച്ച് ലഭിക്കാത്ത, മുസ്ലിം ഉമ്മത്തിൻ്റെ കഴിഞ്ഞകാല പരാജയങ്ങൾ ആധുനിക കാലഘട്ടത്തിൽ അവർക്ക് നേടാൻ സാധിച്ച ഭൗതിക വിജയങ്ങളോട് താരതമ്യം ചെയ്ത് മുസ്ലിം ഉമ്മത്തിൻ്റെ ഭൗതികമായ പുരോഗതിയും ഉന്നമനവും അഭിമാനപൂർവ്വം ചർച്ച ചെയ്യുന്ന മുസ്ലിം സമൂഹത്തിലെ അവരെ നയിക്കുന്ന നായകന്മാർ, നേതാക്കന്മാർ വരും പൊതുസമൂഹത്തിൽ ഒരിക്കൽ പോലും പറയാൻ ധാർഷ്ട്യം കാണിക്കാത്ത, നമ്മളിൽ പലരും നമ്മുടെ മക്കളുടെ നേട്ടങ്ങളെക്കുറിച്ച് അഭിമാനപുളകിതരാകുമ്പോൾ പരസ്പരം ഓർമ്മപ്പെടുത്തലായെങ്കിലും നമ്മൾ അവർക്ക് കൈമാറാത്ത ചില വിജയങ്ങളുണ്ട്. ആത്യന്തികമായ യഥാർത്ഥ വിജയമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ വിശേഷിപ്പിച്ച വിജയം, മഹത്തായ വിജയം. ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ആരാണോ കത്തിജ്വലിക്കുന്ന നരകശിക്ഷയിൽ നിന്ന് അകറ്റപ്പെടുകയും നിത്യനിതാന്തമായ സുഖങ്ങളുടെ സ്വർഗലോകത്ത് പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത്,
അവർ നിശ്ചയമായും വിജയിച്ചിരിക്കുന്നു. അതാകുന്നു മഹത്തായ വിജയം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വിജയത്തെക്കുറിച്ച് നമ്മൾ പോലും ഒരിക്കൽ പോലും നമ്മുടെ മക്കളോട് ചർച്ച ചെയ്യാതെ പോകുന്നു എന്നത് മുസ്ലിം ഉമ്മത്ത് ഇക്കാലഘട്ടത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ മൂല്യച്യുതിയാണ്. ഭൗതികമായ എത്ര നേട്ടങ്ങൾ അവർ കൈയടക്കി അലങ്കൃതരായാലും ഇതിൽ നിന്നവർ ഇതിൻ്റെ ചർച്ചകളിൽ നിന്ന്, ഇതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളിൽ നിന്ന്, പഠനങ്ങളിൽ നിന്ന്, വിലയിരുത്തലുകളിൽ നിന്ന് എന്ന് മുസ്ലിം ഉമ്മത്ത് അകലുന്നുവോ അന്നവരുടെ പരാജയത്തിൻ്റെ തുടക്കമാകുന്നു. കൂടുതൽ ആമുഖങ്ങളില്ലാതെ ഞാൻ വിഷയത്തിലേക്ക് വരാം. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ചില വിജയങ്ങളുണ്ട്, ചില വിജയികളുണ്ട്. ആ വിജയത്തിന് അവൻ മൂല്യനിർണയമായി നിശ്ചയിച്ച ചില മാനദണ്ഡങ്ങളുണ്ട്. അത്തരത്തിൽ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിച്ച യഥാർത്ഥ വിജയികളുടെ 10 വിശേഷണങ്ങൾ ഇന്നത്തെ ഖുതുബയിലൂടെ ആദ്യം എന്നെയും തുടർന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഓരോ സഹോദരങ്ങളെയും, വിദ്യാർത്ഥികളെയും, രക്ഷിതാക്കളെയും ഓർമ്മപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൽ 2-ാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ, പ്രാരംഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ വിജയികളെ പറ്റി പറഞ്ഞു. അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഈ ഗ്രന്ഥം, പരിശുദ്ധ ഖുർആൻ, അത് അല്ലാഹുവിൽ നിന്ന് അവതീർണമായതാണ് എന്നതിൽ യാതൊരു സന്ദേഹവുമില്ല, സംശയവും വേണ്ടതില്ല. അത് അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന, തഖ്വ പാലിക്കുന്നവർക്ക്, നന്മകൾ ജീവിതത്തിൽ ഒട്ടിച്ചു വെക്കുകയും തിന്മകളിൽ നിന്ന് അകലം പാലിക്കുകയും ചെയ്യുന്നവർക്ക്, മുത്തഖീങ്ങൾക്ക് സന്മാർഗദർശനമാണ് ഖുർആൻ. എന്നിട്ട് അല്ലാഹു അവരുടെ വിശേഷണങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തി. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. അവരുടെ 1-ാമത്തെ പ്രത്യേകത, അവർ അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ഈമാനുള്ളവരായിരിക്കും. അല്ലാഹുവിനെ അവർ കണ്ടിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് അവൻ ഖുർആനിലൂടെ അറിയിച്ചു തന്ന കാര്യങ്ങൾ, അവിടുത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ തിരുമൊഴികളിലൂടെ കൈമാറിയ വചനങ്ങൾ, അതിലൂടെ മാത്രമാണ് അവർ അല്ലാഹുവിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ലാഹുവിന്റെ വിശേഷണങ്ങളെക്കുറിച്ച്, അതിന്റെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച്, അതിന്റെ തനതായ രൂപത്തെക്കുറിച്ച് അവർക്കറിയില്ല, അജ്ഞാതമാണ്. ഇങ്ങനെ തങ്ങൾ വിശ്വസിക്കുന്ന തങ്ങളുടെ റബ്ബിലടക്കം, അവന്റെ മലക്കുകളിൽ, അവന്റെ അംബിയാ മുർസലീങ്ങളിൽ, മുൻകാല കിതാബുകളിൽ, മരണത്തിന് ശേഷമുള്ള മരണാനന്തര ജീവിതത്തിൽ, സ്വർഗനരകങ്ങളിൽ അവർ വിശ്വസിക്കുന്നു. അദൃശ്യമായ കാര്യങ്ങളിൽ അവർ വിശ്വസിക്കുന്നു. അതാണ് അവരുടെ 1-ാമത്തെ പ്രത്യേകത. അതാണ് വിശ്വാസം. കണ്ടതും കേൾക്കുന്നതും അനുഭവിച്ചറിയുന്നതും തൊട്ടറിയുന്നതും പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഗോചരമായത് മാത്രം, ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതു മാത്രം, യുക്തിസഹജമായ കാര്യങ്ങൾ മാത്രം ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിന് വിശ്വാസം എന്നൊരു പക്ഷേ പറയുന്നത് അതിശയോക്തിയായിരിക്കും. സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളുടെ വിശ്വാസം അദൃശ്യകാര്യങ്ങളിൽ ബന്ധിതമാണ്. അദൃശ്യകാര്യങ്ങളിൽ വിശ്വസിക്കാത്തവർ അല്ലാഹുവിൽ പോലും അവർക്ക് വിശ്വസിക്കാൻ സാധിക്കുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം. വയുഖീമൂന സ്വലാ. ആന്തരികമായി അല്ലാഹു സുബ്ഹാനഹു വ തആല 7 ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് വഹയിലൂടെ അവതരിപ്പിച്ച അദൃശ്യകാര്യങ്ങളിൽ അവർ വിശ്വാസ ദൃഢത കൈവരിക്കുകയും ഒപ്പം ബാഹ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. അതിൽ 1-ാമതായി നിൽക്കുന്നത് നിസ്കാരമാണ്. നിസ്കാരം നിലനിർത്തുന്നവർ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. താനും തന്റെ വിശ്വാസവും തന്നിൽ മാത്രം പരിമിതപ്പെടുന്ന ആചാരാനുഷ്ഠാനങ്ങളിൽ ഒതുക്കേണ്ടവനല്ല ഒരു മുസ്ലിം. അവന്റെ ജീവിതം അതിൽ പരിമിതപ്പെടേണ്ടതല്ല. മറിച്ച് മറ്റുള്ളവർക്ക്, സഹജീവികൾക്ക് തന്റെ സമ്പത്തിൽ നിന്ന് പകുത്തു നൽകുന്ന നിർബന്ധമായ ദാനധർമ്മമുണ്ട്, ഐച്ഛികമായ ദാനധർമ്മമുണ്ട്. അത് അല്ലാഹു നൽകിയതിൽ നിന്ന് മറ്റുള്ളവർക്ക് ചെലവഴിക്കുന്നവരാണവർ. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽ ആഖിറതി ഹും യുഖിനൂൻ. അല്ലാഹുവിന്റെ റസൂലേ, താങ്കൾക്ക് അവതരിപ്പിക്കപ്പെട്ട ഖുർആനിൽ, മുൻകാല അമ്പിയാക്കൾക്ക് അവതരിപ്പിക്കപ്പെട്ട മറ്റു കിതാബുകളിൽ, വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുന്നവരാണവർ. വബിൽ ആഖിറതി ഹും യുഖിനൂൻ. സർവോപരി മരണാനന്തര ലോകത്തെ, ആഖിറത്തിലെ അവസാനിക്കാത്ത ജീവിതത്തെ പ്രതീക്ഷിക്കുന്ന, അതിലടിയുറച്ച് വിശ്വസിക്കുന്ന, സ്വർഗ നരകങ്ങൾ പ്രതീക്ഷിച്ചു കഴിയുന്നവരായിരിക്കും അവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്.
എന്നിട്ട് എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശേഷണം അർഹിക്കുന്നവരുടെ പദവികളെപ്പറ്റി അവൻ എങ്ങനെയാണ് സൂറത്തുൽ ബഖറയെ അവസാനിപ്പിച്ചത്? ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം, അവർ അല്ലാഹുവിങ്കൽ നിന്നുള്ള സന്മാർഗത്തിലാണ്. അവരാണ് സന്മാർഗം നേടിയവർ, അവരാണ് നേരായ വഴിയിലുള്ളവർ. ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് യഥാർത്ഥ വിജയികൾ, അവരാണ് യഥാർത്ഥ വിജയം നേടുന്നവർ. ഈ വിജയികളിൽ ഉൾപ്പെടുന്നുണ്ടോ നാം നമ്മുടെ മക്കളും? അല്ലാഹു ഖുർആനിലൂടെ സുന്നത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച ഗൈബിയായ കാര്യങ്ങളിൽ കറകളഞ്ഞ് സംശയലേശമന്യേ അടിയുറച്ച് ഈമാൻ സംഭരിച്ചവരാണോ നാം? നിസ്കാരത്തിൽ വിട്ടുവീഴ്ചയില്ലാത്തവരാണോ നാം? നിർബന്ധമായ ദാനധർമ്മങ്ങൾ നമ്മുടെ സമ്പത്തിൽ നിന്ന് അർഹർക്ക് മടിയില്ലാതെ പകുത്തു നൽകുന്നവരാണോ നാം? അല്ലാഹു ഇറക്കിയ അവന്റെ വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുന്നതിനപ്പുറത്ത് ഇന്ന് നമ്മുടെ കൈകൾക്ക് മുന്നിൽ, നമ്മുടെ കരങ്ങൾക്ക് മുമ്പിൽ, നമ്മുടെ കരങ്ങളിൽ സുഭദ്രമായി അല്ലാഹു സംരക്ഷിച്ചു നൽകിയ അവസാനത്തെ കിതാബ്, അവന്റെ വേദഗ്രന്ഥം പരിശുദ്ധ ഖുർആനിനെ ജീവിതമായി, സിലബസായി നെഞ്ചേറ്റിയവരാണ് നമ്മൾ. അതിലുപരി മടങ്ങിച്ചെല്ലേണ്ടുന്ന ആഖിറത്തെ കുറിച്ച് വീണ്ടും വിചാരത്തോടുകൂടി നശിക്കുന്ന ദുനിയാവിൽ ജീവിക്കുന്നവരാണോ നാം? ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് യഥാർത്ഥ വിജയികളെന്ന് അല്ലാഹു പറയുന്നു. രണ്ടാമത്തെ കാര്യം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്നായിരിക്കും അവരുടെ മാതൃകാ പുരുഷൻ. അവിടുത്തെ ജീവിതത്തിൽ ഒപ്പിയെടുക്കുന്നവരായിരിക്കും യഥാർത്ഥ വിജയികൾ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അറാഫിലൂടെ പറഞ്ഞു. ഫല്ലദീന ആമനൂ ബിഹി വഅസ്സറൂഹു വനസറൂഹു വത്തബഉ അൻ-നൂറ അല്ലദീ ഉൻസില മഅഹു ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ആരാണോ ആ നബിയിൽ, ആ റസൂലിൽ, മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അടിയുറച്ച് വിശ്വസിച്ചത്, ഈമാൻ കൈക്കൊണ്ടത്, വഅസ്സറൂഹു അവിടുത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തത്, അവിടുത്തെ മരണത്തിന് ശേഷം അവിടുത്തെ മൊഴിമുത്തുകൾ, ഹദീസുകൾ, അവിടുത്തെ അധ്യാപനങ്ങൾ അത് ജീവിതത്തിൽ നെഞ്ചേറ്റിയത്, വനസറൂഹു അവിടുന്ന് കാഴ്ചവെച്ച ഈ ദീൻ, ആ ദീനിനെ സഹായിച്ചത്, അവിടുത്തെ സുന്നത്തിനെ ജീവിപ്പിച്ചത്, അതിനെ ആക്ഷേപിക്കുന്നവർക്ക്, അതിനെ മലീമസമാക്കുന്നവർക്ക്, അതിലില്ലാത്തത് കടത്തിക്കൂട്ടുന്നവർക്ക് ശരിയായ ദീനിന്റെ, ഹദീസിന്റെ പ്രമാണബന്ധിതമായ നിലപാട് കൊണ്ട് മറുപടി പറഞ്ഞ് അതിനെ പ്രതിരോധിച്ച് സഹായിച്ചവരാരാണ്? ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു അവതരിപ്പിച്ച സന്മാർഗ പ്രകാശമാകുന്ന ഖുർആൻ ജീവിത പദ്ധതിയായി സ്വീകരിച്ചതാരാണോ? ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അല്ലാഹു പറയുന്നു, അവർ തന്നെയാകുന്നു യഥാർത്ഥ വിജയികൾ. വിജയികളുടെ രണ്ടാമത്തെ വിശേഷണം, മനസ്സിൽ, ഹൃദയത്തിൽ ദീനിന്റെ അടിത്തറയാകുന്ന വിശ്വാസകാര്യങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതോടൊപ്പം അവരുടെ മാതൃകാ പുരുഷനായി അവർ നെഞ്ചേറ്റിയത് ആ ദീൻ നമുക്ക് പകർന്നു തന്ന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിൽ ഉത്തമ മാതൃകയുണ്ട്. പിൻപറ്റപ്പെടാൻ, പകർത്തപ്പെടാൻ, അനുകരിക്കപ്പെടാൻ, ചാണിനു ചാണായി, മുഴത്തിന് മുഴമായി നീ ആരെപ്പോലെയാകണമെന്ന് വിദ്യാർത്ഥികളെ, സഹോദരങ്ങളെ, ചെറുപ്പക്കാരെ, നിന്റെ മനസ്സിൽ ചോദ്യമുയരുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമെന്ന ഉത്തരം നിന്റെ ഹൃദയത്തിൽ വന്നിട്ടില്ലെങ്കിൽ നിന്റെ മുസ്ലിമിന്റെ സ്വത്വബോധം നീ പരിശോധിക്കേണ്ടിയിരിക്കുന്നു, നീ വിചാരണ ചെയ്യേണ്ടിയിരിക്കുന്നു, നീ പുനർമൂല്യനിർണയം നടത്തേണ്ടിയിരിക്കുന്നു. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഒന്നിലേറെ ആയത്തുകളിലൂടെ പറഞ്ഞു, ഖദ് അഫ്ലഹ മൻ തസക്കാ ഖദ് അഫ്ലഹ മൻ സക്കാഹ. മറ്റൊരായത്തിൽ ആരാണോ സ്വന്തം നഫ്സിനെ, ദേഹവും ദേഹിയും മനസ്സും ഹൃദയവും ശരീരവും കൈകാലുകളും ആന്തരികവും ബാഹ്യവുമായ അവയവങ്ങളും ചിന്തയും ബുദ്ധിയും ശക്തിയും സാമർഥ്യവുമെല്ലാം സമ്മേളിച്ച ഈ നഫ്സുണ്ടല്ലോ, ആ നഫ്സിനെ ആരാണോ പരിശുദ്ധമാക്കിയത്, കളങ്കരഹിതമാക്കിയത്, തിന്മകളിൽ നിന്ന്, പാപക്കറകളിൽ നിന്ന്, കുഫറിൽ നിന്ന്, ശിർക്കിൽ നിന്ന്, നിഫാഖിൽ നിന്ന്, ദീനിലില്ലാത്ത ബിദ്അത്തുകളിൽ നിന്ന്, പിശാച് ഭംഗിയായി തോന്നിപ്പിക്കുന്ന അല്ലാഹുവിന്റെ ദീനിൽ നിഷിദ്ധമാക്കപ്പെട്ട ഹറാമുകളോടുള്ള ഇഷ്ടത്തിൽ നിന്നെല്ലാം ആരാണോ മനസ്സിന്റെ കറകളെ പാപമുക്തമാക്കുന്നത്, മാലിന്യത്തിന്റെ കൂമ്പാരങ്ങളിൽ നിന്ന് നന്മകളിലേക്കുള്ള അഭിവാഞ്ജ കൊണ്ട് മനസ്സിനെ ശുദ്ധീകരിക്കുന്നത്, ആരാണോ ഇസ്ലാമിലേക്ക് മനസ്സിനെ സ്ഫുടം ചെയ്തെടുക്കുന്നത്, ഈമാനിലേക്ക് മനസ്സിനെ പ്രാപ്തമാക്കുന്നത് ആരാണോ,
ഖദ് അഫ്ലഹ മൻ തസക്ക, അവൻ വിജയിച്ചിരിക്കുന്നു. വഖദ് ഖാബ മൻ ദസ്സാഹ, ആരാണോ അതിനെ ശിർക്കിന്റെയും കുഫ്രിന്റെയും അനിസ്ലാമികതയുടെയും തിന്മകളുടെയും പാപങ്ങളുടെയും കറകൾ പുരട്ടി അതിനെ മലീമസമാക്കുന്നതാരാണോ, നശിപ്പിക്കുന്നതാരാണോ, അവൻ പരാജയപ്പെട്ടിരിക്കുന്നു, അവൻ നഷ്ടക്കാരനായിരിക്കുന്നു. അതാണ് യഥാർത്ഥ പരാജയം. യഥാർത്ഥ വിജയം ഹൃദയത്തിനു വേണ്ടത് ഹൃദയത്തിന് നൽകുക. ഹൃദയത്തിനെ പടച്ചിറപ്പത് പറഞ്ഞു, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഹൃദയങ്ങളെ പടച്ച, മനുഷ്യനെയും മനുഷ്യന്റെ അസ്തിത്വത്തെയും സംവിധാനിച്ച റബ്ബിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ടല്ലാതെ അവർക്ക് സമാധാനം കൈവരുകയില്ല. ഖദ് അഫ്ലഹ മൻ സക്കാഹ, അതിനെ സംസ്കരിച്ചവൻ വിജയിച്ചിരിക്കുന്നു. ഇതാണ് യഥാർത്ഥ വിജയത്തിന്റെ മൂന്നാമത്തെ ലക്ഷണം. നാലാമത്തെ ലക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ, മുഅ്മിനീങ്ങളെ, യഥാർത്ഥ ഇസ്ലാമിന്റെ വക്താക്കളെ, ഇത്തഖുല്ലാഹ വബ്തഗു ഇലൈഹി വസീല, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, അവൻ ഹറാമാക്കിയത് ഒഴിവാക്കണേ, അവൻ നിർബന്ധമാക്കിയത് പ്രവർത്തിക്കണേ. എക്കാലത്തും, ഏതു സാഹചര്യത്തിലും, ഏതു പ്രായത്തിലും, ഏതു കാലഘട്ടത്തിലും. വബ്തഗു ഇലൈഹിൽ വസീല, അവനിലേക്ക് നിങ്ങൾ സാമീപ്യം തേടണേ. അല്ലാഹുവിലേക്ക് അടുക്കാൻ, അല്ലാഹുവിന്റെ ഇഷ്ടം സമ്പാദിക്കാൻ, അവന്റെ പ്രിയം നേടാൻ, അവന്റെ തൃപ്തി കരഗതമാക്കാൻ സാധിക്കുന്ന മാർഗങ്ങൾ എന്താണ്? അതിനുള്ള പഠനങ്ങൾ എന്താണ്? അതിനുള്ള വഴികൾ എന്താണ്? നീ അന്വേഷിക്കണം, നീ കണ്ടെത്തണം. അങ്ങനെ അല്ലാഹുവിന്റെ ഇഷ്ടവും തൃപ്തിയും നേടുന്നവരാകാൻ നീ മെനക്കെടണം. നിന്റെ ജീവിതം അതിനുവേണ്ടി നീ ഒഴിഞ്ഞു വെക്കണം. വജാഹിദു ഫീ സബീലി, ഒരു വേള അള്ളാഹുവിന്റെ മാർഗത്തിൽ സായുധ പോരാട്ടം നടത്താൻ നിനക്ക് അവസരം ലഭിച്ചാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ നീ യുദ്ധം ചെയ്യാനും മടി കാണിക്കരുത്. ലഅല്ലക്കും തുഫ്ലിഹൂൻ, ഇതെല്ലാം നിനക്ക് വിജയം നേടാനുള്ള മന്ത്രങ്ങളാണ്. നിങ്ങൾ വിജയിച്ചേക്കും. നിങ്ങൾക്ക് വിജയം നേടാൻ അള്ളാഹു നിശ്ചയിച്ച മാനദണ്ഡങ്ങളാണിത്. അള്ളാഹുവിലുള്ള തഖ്വ, അവന്റെ സാമീപ്യം നേടുന്ന, അവന്റെ ഇഷ്ടം സമ്പാദിക്കുന്ന കാര്യങ്ങളിലുള്ള മുന്നേറ്റം അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇതാണ് വിജയികളുടെ നാലാമത്തെ അടയാളം. അഞ്ചാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുഅ്മിനൂനിലൂടെ പറയുന്നു, അൽ മുഅ്മിനൂൻ, യഥാർത്ഥ ഈമാനുള്ളവർ എന്ന് അല്ലാഹു പേര് നൽകിയ മഹത്തായ സൂറത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനുള്ളവരുടെ, യഥാർത്ഥ മുസ്ലിമീങ്ങളുടെ തനതായ വിശേഷണങ്ങൾ എണ്ണി എണ്ണി പറയുന്നു. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, ഈമാനുള്ള മുഅ്മിനീങ്ങൾ അവർ വിജയിച്ചിരിക്കുന്നു. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവരവരുടെ നിസ്കാരങ്ങളിൽ ഭയഭക്തിയുള്ളവരായിരിക്കും. എന്താണ് നിസ്കാരത്തിലെ ഖുശൂ, ഭയഭക്തി എന്ന് പറഞ്ഞാൽ? ശരീരവും മനസ്സും ഒരുപോലെ സമ്മേളിക്കുന്ന നിസ്കാരം. കൈകളും അംഗവിക്ഷേപങ്ങളും കുനിയലും നിവരലുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ അടങ്ങി നിൽക്കുന്നത് പോലെ അവന്റെ ഹൃദയവും ചലിക്കാതെ, വ്യതിചലിക്കാതെ, ചാഞ്ചല്യമില്ലാതെ അള്ളാഹുവിന്റെ മുമ്പിലാണെന്ന ബോധത്തോടുകൂടി അടങ്ങുന്ന നിസ്കാരം, അതാണ് ഭയഭക്തിയുള്ള നിസ്കാരം. ഇങ്ങനെ നിസ്കരിക്കുന്നവരാണവർ വിജയിക്കുന്ന മുസ്ലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ. വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് പുറംതിരിയുന്നവർ. സമൂഹം മുഴുവൻ അത് കൊട്ടിഘോഷിക്കുന്നുണ്ടെങ്കിലും ശരി, നാടൊട്ടാകെ അത് വലിയ സംഗതിയായി പാടി പറയുന്നുണ്ടെങ്കിലും ശരി, അനാവശ്യമാണ്, അള്ളാഹുവിന്റെ ദീൻ പറയാൻ പാടില്ലാത്തതാണോ, ചെയ്യാൻ പാടില്ലാത്തതാണോ, കേൾക്കാൻ പാടില്ലാത്തതാണോ, ഒഴിഞ്ഞു മാറുന്നവരാണവർ വിജയിക്കുന്ന മുഅ്മിനീങ്ങൾ. വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് വഴിമാറി സഞ്ചരിക്കുന്നവർ. വല്ലദീന ഹും ലിസകാത്തി ഫാഇലൂൻ, നേരത്തെ പറഞ്ഞതുപോലെ സാമ്പത്തികമായ സംസ്കരണവും അവർ ജീവിതത്തിലൂടെ സാധ്യമാകും. തങ്ങളുടെ സമ്പത്തിൽ നിന്ന് അർഹരായവർക്ക് നിർബന്ധമായ സകാത്ത് പകുത്തു നൽകുന്നവരാണവർ. ഒരേ സമയവും ആന്തരികവും ശാരീരികവും അനുഷ്ഠാനപരവും സാമ്പത്തികപരവുമായ സംസ്കരണം നേടിയെടുക്കുന്നവർ. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, തങ്ങളുടെ ലൈംഗിക വിശുദ്ധി പരിരക്ഷിക്കുന്നവരാണവർ. രഹസ്യ ജീവിതത്തിലെ തിന്മകളെ കണിശമായി ശ്രദ്ധിക്കുന്നവർ, ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവർ. ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലകത് ഐമാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ, തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലായി അനുവദിച്ച ഇണകളിലൂടെയോ ഹലാലായ മാർഗങ്ങളിലൂടെയോ അല്ലാതെ ലൈംഗികമായ ആവശ്യങ്ങൾ നിറവേറ്റാത്തവർ. ഫമരിബ്തഗാ വറാഅ ദാലിക ഫഉലൈക ഹുമുൽ ആദൂൻ, അല്ലാഹു ഹലാലാക്കിയത് വിട്ട് അവിഹിത ബന്ധങ്ങളിലേക്കും വ്യഭിചാരങ്ങളിലേക്കും സ്വർഗ്ഗഭോഗത്തിലേക്കും സഞ്ചരിക്കുന്നവർ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ അതിർവരമ്പുകൾ ലൈംഗിക രംഗത്ത് കാറ്റിൽ പറത്തുന്നവർ,
അവരാണ് അതിക്രമികൾ, അവരാണ് ധിക്കാരികൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ലൈംഗിക വിശുദ്ധി പാലിക്കുന്നവർ വിജയിക്കുന്ന മുഅ്മിനീങ്ങളുടെ മറ്റൊരടയാളം വല്ലദീന ഹും ലിഅമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ. അടുത്തതായി അല്ലാഹു പറഞ്ഞു, തങ്ങൾ ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ, തങ്ങളെ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട അമാനത്തുകളിൽ വിശ്വാസവഞ്ചന കാണിക്കാത്തവർ, വിശ്വസിക്കപ്പെട്ടാൽ വഞ്ചിക്കാത്തവർ, വാഗ്ദത്തം നൽകിയാൽ അത് പാലിക്കുന്നവർ, വാക്ക് ലംഘിക്കാത്തവർ, വിശ്വാസയോഗ്യരായവർ മുസ്ലിം ഉമ്മത്തിൽ ഇന്ന് അന്യം നിൽക്കുന്ന ഒരു വിശേഷണമായത് മാറിയിരിക്കുന്നു. കളവ് പറയാത്തവർ, വഞ്ചന കാണിക്കാത്തവർ, വാക്ക് ലംഘിക്കാത്തവർ വിജയിക്കുന്ന മുഅ്മിനീങ്ങളുടെ മറ്റൊരടയാളം അതാണ്. വല്ലദീന ഹും അലാ സ്വലവാതിഹിം യുഹാഫിദൂൻ. വീണ്ടും നിസ്കാരത്തെ പറ്റി അല്ലാഹു പറഞ്ഞു, അവരവരുടെ നിസ്കാരങ്ങൾ കൃത്യമായ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതുപോലെ, എങ്ങനെയെങ്കിലും അല്ല. പലർക്കും ഇപ്പൊ നിസ്കാരത്തിൽ കൈകെട്ടാൻ വരെ അറിയില്ല. എങ്ങനെ കൈകെട്ടണം, എങ്ങനെ കൈകൾ ഉയർത്തണം, എങ്ങനെ റുക്കൂ ചെയ്യണം, എങ്ങനെ സുജൂദ് ചെയ്യണം, നിസ്കാരത്തിൽ എന്ത് ദുആ ചെയ്യണം. നിസ്കാരത്തിൽ ദുആ ചെയ്യാൻ വകുപ്പുണ്ടോ? അത് വെറും മോത്തും അതുപോലെ തന്നെ ദിക്റുകൾ മാത്രമേ ഉള്ളൂ, ഒന്നും അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നത് കണ്ടോ, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നത് കണ്ടോ അങ്ങനെ നിങ്ങൾ നിസ്കരിക്കൂ എന്ന് പറഞ്ഞ നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ തന്നെ നിർവഹിക്കണമെന്നൊരു നിർബന്ധ ബുദ്ധിയുമില്ല. എങ്ങനെയെങ്കിലും അങ്ങനെ തലകുത്തി മറിയാ. പുരുഷന്മാർ ജമാഅത്തായി സുബ്ഹ് മുതൽ ഇശാ വരെ 5 നേരവും ശർഈയായ കാരണമില്ലെങ്കിൽ മസ്ജിദിലെത്തി നിസ്കരിക്കണം. ആളുകൾക്ക് ശ്രദ്ധയില്ല. നിസ്കരിക്കുമ്പോൾ, ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഇമാമിന്റെ പിന്നിൽ എങ്ങനെ സ്വഫ് കെട്ടണം, അള്ളാഹിന്റെ റസൂലിന്റെ സ്വഹാബത്ത് എങ്ങനെ സ്വഫ് കെട്ടി, തോളോട് തോളുരുമ്മി കാലോട് കാൽ ചേർത്ത് വെച്ച് രണ്ടാളുകൾക്കിടയിൽ അകലമില്ലാതെ അടുപ്പിച്ച് മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യം ഏറ്റവും മനോഹരമായി പ്രകടമാകുന്ന സ്വഫിന്റെ ക്രമീകരണം പോലും നിസ്കാരത്തിൽ പാലിക്കാനുള്ള ശ്രദ്ധ നമുക്കില്ലാതെ പോകുന്നു. വല്ലദീനഹും അലാ സ്വലവാതിഹിം യുഹാഫിദൂൻ. നിസ്കാരം കൃത്യമായി പാലിക്കുന്നതോടൊപ്പം നിസ്കരിക്കേണ്ടതുപോലെ നിസ്കരിക്കുന്നവരാണ് അവർ. ഉലൈക ഹുമുൽ വാരിസൂൻ. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, അവരാണ് അനന്തരമെടുക്കുന്നവർ. ഉലൈക ഹുമുൽ വാരിസൂൻ. ഈ പറയപ്പെട്ട വിശേഷണങ്ങളുള്ള യഥാർത്ഥ മുഅ്മിനീങ്ങൾ, വിജയം നേടുന്നവർ, അവരാണ് അനന്തരമെടുക്കുന്നവർ. എന്ത് അനന്തരമെടുക്കുന്നവർ? അല്ലദീന യരിസൂനൽ ഫിർദൗസ്. പരലോകത്തെ ഒരിക്കലും നശിക്കാത്ത സുഖങ്ങളുടെ, സ്വർഗത്തിന്റെ ഉന്നതമായ സോപാനങ്ങൾ, സ്വർഗത്തിൽ ഉന്നതമായ ജന്നത്തുൽ ഫിർദൗസ്, അത് അനന്തരം എടുക്കുന്നവർ അവരാണ്. ഹും ഫീഹാ ഖാലിദൂൻ. അവരവിടെ കാലാകാലം മരിക്കാതെ വസിക്കുന്നവരായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിൽ യഥാർത്ഥ വിജയം നേടുന്ന വിശേഷണങ്ങൾ അർഹിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലക്കും ലി വലക്കും വലിസായിരിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه الفائزين برضا الله أما بعد فاتقوا الله عباد الله أوصيكم إياي ثانيا بتقوى الله. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞ യഥാർത്ഥ വിജയം കൈവരിക്കുന്ന വിജയികളുടെ വിശേഷണങ്ങളിൽ 5 കാര്യങ്ങൾ 5 സൂറത്തുകളിലെ ആയത്തുകളുടെ പശ്ചാത്തലത്തിൽ നമ്മൾ വിശദീകരിച്ചു. 6ാമത്തെ കാര്യം അല്ലാഹു പറയുന്നു സൂറത്തുൽ അൻഫാലിലൂടെ, വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ. നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായി സ്മരിക്കുക, ഓർക്കുക, എങ്കിൽ നിങ്ങൾ വിജയികളാകും. സഹോദരങ്ങളെ, ദിക്ർ മുസ്ലിം ഉമ്മത്തിന് പരിചയമുള്ള അറിയപ്പെട്ട പദമാണ്. എന്താണ് ദിക്ർ എന്ന് പറഞ്ഞാൽ? വെറുതെ നാവ് കൊണ്ട് ഉരുവിടുന്ന കേവലം ചില പദപ്രയോഗങ്ങൾ മാത്രമാണോ? എണ്ണം പിടിച്ച് നാവിലൊതുക്കുന്ന അധര വ്യായാമങ്ങളാണോ? അതെ, ദിക്ർ നാവിലൂടെ അവൻ ഉരുവിടേണ്ടതുണ്ട്. അതിലുപരി അവന്റെ ഹൃദയത്തിൽ ആ പറയുന്നത് എന്താണ് എന്ന ബോധം, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയായി നിറയേണ്ടതുണ്ട്. യഥാർത്ഥ ദിക്ർ എന്ന് പറഞ്ഞാൽ, ദിക്റിന്റെ പൂർണ്ണത എന്ന് പറഞ്ഞാൽ നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നു. എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായ ആരുമില്ല. ഇബാദത്തിന്റെ ഏതേതംശവും
അള്ളാഹുവിന് മാത്രമേ വകവെച്ചു കൊടുക്കാൻ അർഹതയുള്ളൂ. അവൻ മാത്രമാണ് അതിനർഹൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നവൻ ഒരു ദിക്ർ, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അതിന്റെ കനം എത്രയായിരിക്കും, അതിന്റെ സ്വാധീനം എത്രയായിരിക്കും. ഇങ്ങനെ ഹൃദയം തൊട്ട് നിന്റെ നാവിൽ തുളുമ്പുന്ന, നീ അങ്ങനെ പ്രഖ്യാപിക്കുന്നു അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി ആരുമില്ല. 100 വട്ടം, 100,000 വട്ടം, ലക്ഷക്കണക്കിന് നീ പ്രഖ്യാപിക്കുന്നു. എന്നിട്ടോ അല്ലാഹു അല്ലാത്തവരിലേക്ക് നിന്റെ ആവശ്യങ്ങൾ തൊടുത്തുവിടുന്നു. ജാറങ്ങളിൽ പോകുന്നു, മഖബറകളിൽ പോകുന്നു, അവിടെ പോയി സുജൂദ് ചെയ്യുന്നു. പ്രയാസങ്ങളും പ്രതിസന്ധികളും അവിടെ നീ ഇറക്കി വെക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയേണ്ടതിന് പകരം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നീ എത്ര തവണ ഉരുവിട്ടിട്ടും ആ ദിക്റിന്റെ താല്പര്യത്തിനനുസരിച്ച് നീ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ആ ദിക്ർ ദിക്റല്ല. ഇങ്ങനെ ഖൽബും ഹൃദയവും നാവും പ്രവർത്തനവും സമ്മേളിക്കുന്ന അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്റുകൾ ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയം നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇങ്ങനെയുള്ള ദിക്റുകൾ നമ്മൾ വർദ്ധിപ്പിക്കുക. സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിത്യജീവിതത്തിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ രാത്രി കിടക്കപ്പായിലേക്ക് തിരിച്ചു പോകുന്നത് വരെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലും ആപാദചൂടം അവനെ വലയം ചെയ്ത് നിൽക്കുന്ന ദിക്റുകൾ, ദുആകൾ, സ്വഹീഹായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ട സുന്നത്തിൽ നിന്ന് നമുക്ക് പെറുക്കിയെടുക്കാൻ പറ്റുന്ന ദിക്റുകൾ അതിഷ്ടം പോലെയുണ്ട്. അത് തന്നെ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിനെ സമയമുണ്ടാകുകയുള്ളൂ. എന്നിട്ട് പോലും സ്വഹീഹായ ഹദീസുകൾ സ്ഥിരപ്പെട്ട ദിക്റുകൾ നമ്മുടെ മുമ്പിൽ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥരൂപത്തിൽ മലയാളത്തിൽ പോലും പരിഭാഷകൾ അലങ്കരിക്കപ്പെട്ട് നമ്മുടെ മുൻപിൽ ഉണ്ടായിട്ട് പോലും, മൊബൈൽ ആപ്ലിക്കേഷനായി നമ്മുടെ വിരൽത്തുമ്പിൽ ഉണ്ടായിട്ട് പോലും ഇല്ലാത്ത ദിക്റുകൾക്ക് പിന്നെ, ഇല്ലാത്ത ദുആകൾക്ക് പിന്നെ, ഇല്ലാത്ത സ്വലാത്തുകൾക്ക് പിന്നാലെ, ഇല്ലാത്ത നന്മകൾ ഉണ്ടാക്കിയെടുക്കുന്നവരെ പിന്നാലെ പോകുന്നവർ എന്തു വലിയ ദുരന്തത്തിലാണ് അകപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഇവിടെ നടപ്പിലാക്കാൻ നമുക്ക് സമയമില്ല. എന്നിട്ടാണ് ഇല്ലാത്ത ബിദ്അത്തുകൾക്ക് പിന്നാലെ ആളുകളെ നയിക്കുന്ന പുരോഹിത വർഗം ഇവിടെ തഴച്ചു വളർന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സാന്ദർഭികമായി ഞാൻ പറഞ്ഞതാണ്, അള്ളാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ ദിക്ർ ചെയ്യുന്ന മുഅ്മിനീങ്ങൾ അവർ ഇഹപര വിജയം നേടുമെന്നതിൽ സംശയമില്ല. ഈ പറഞ്ഞ രൂപത്തിൽ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. 7ാമത്തെ കാര്യം, മഹാനായ ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ സമൂഹത്തോട് വസിയത്ത് ചെയ്തതായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പറഞ്ഞതുപോലെ, ഫദ്കുറൂ അലാ അല്ലാഹി ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ, നിഅമത്തുകൾ അതോർത്തെടുക്കൂ. ലഅല്ലക്കും തുഫ്ലിഹൂൻ, എങ്കിൽ നിങ്ങൾ വിജയികളാകും. സഹോദരങ്ങളെ, നമുക്ക് അല്ലാഹു ചെയ്തു തന്ന നിഅമത്തുകളുടെ ആഴവും പരപ്പും കൂടുതൽ നമുക്ക് ദുനിയാവിൽ നേടിയ നേട്ടങ്ങളിലേക്ക് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അള്ളാഹു പറഞ്ഞതുപോലെ വഫി അൻഫുസികും അഫലാ തുബ്സിറൂൻ, നിങ്ങളുടെ സ്വന്തം ശരീരത്തിലേക്ക് നോക്കൂ. നിങ്ങളുടെ മൂർധാവ് മുതൽ നിങ്ങളുടെ കാൽത്തുമ്പ് വരെ ഇഞ്ചുകണക്കിന് അള്ളാഹു നിങ്ങളിൽ സന്നിവേശിപ്പിച്ച നിഅമത്തുകളുടെ എണ്ണം എത്രയാണ്. ഓരോ മുടിത്തുമ്പിലും, ഓരോ വിരൽത്തുമ്പിലും, ഓരോ കോശങ്ങളിലും, ആന്തരിക അവയവങ്ങളിലും, മിടിക്കുന്ന ഹൃദയത്തിലും, ചലിക്കുന്ന ശരീരത്തിലും, ശ്വസിക്കുന്ന ശ്വാസത്തിലും, നീ കുടിക്കുന്ന ഓരോ വെള്ളത്തുള്ളിയിലും, നീ അനുഭവിക്കുന്ന കാറ്റിലും കോളിലും മഴയിലും തണുപ്പിലും ചൂടിലും, ഇതിനപ്പുറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുസ്ലിമീങ്ങളാക്കി, അല്ലാഹുവിന്റെ അടിമകളാക്കി, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാക്കി, അവിടുത്തെ ജീവനക്കാരെ സ്നേഹിക്കുന്ന മുത്തബിഅകളാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥത്തിൽ അങ്ങനെയുള്ളവരാക്കി നമ്മെ മാറ്റുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇങ്ങനെ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഓരോന്നും ഓർത്തെടുക്കുന്നവർ അല്ലാഹുവിനെ ധിക്കരിച്ച് എങ്ങനെ ജീവിക്കും? ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കാനുള്ള അടുത്ത മന്ത്രം അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നു. 8ാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മാഇദയിലൂടെ ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞു, കുല്ലാ യസ്തവിൽ ഖബീസു വത്തയ്യിബ്, അല്ലാഹുവിന്റെ റസൂലേ പറയുക നബിയെ, എങ്ങനെയാണ് നന്മയും തിന്മയും സമമാകുക? നന്മയും തിന്മയും സമമാകുമോ? നല്ലതും ചീത്തതും സമമാകുമോ? വലൗ അഅജബക കസ്റത്തുൽ ഖബീസ്, തിന്മകളുടെ ആധിക്യം, മോശത്തരങ്ങളുടെ വർധനവ് നിന്നെ അത്ഭുതപ്പെടുത്തിയാലും ശരി, സമൂഹം മുഴുവൻ മോശമായി, ഇസ്ലാമിന്റെ പേരിൽ മുസ്ലിം ഉമ്മത്തിൽ അംഗങ്ങൾ മുഴുവൻ വൃത്തികേടിലാണെങ്കിലും ശരി, ഹറാമുകളിലാണെങ്കിലും ശരി, ശിർക്കിലും കുഫ്റിലും ബിദ്അത്തുകളിലും തോന്നിവാസങ്ങളിലാണെങ്കിലും ശരി, നിന്നെ അത് അത്ഭുതപ്പെടുത്തരുത്. നന്നായവൻ എങ്ങനെ നന്നായി എന്നതാണ് അത്ഭുതം. കേടായവൻ എങ്ങനെ കേടുവന്നു എന്നതിൽ അത്ഭുതമില്ല. കേടാവാൻ എളുപ്പമാണ്, രോഗമേ പകരുകയുള്ളൂ, ആരോഗ്യം പകരുകയില്ല. അതുകൊണ്ട് തിന്മകളുടെ ആധിക്യം നിന്നെ അത്ഭുതപ്പെടുത്തിയാലും ശരി, ഒരിക്കലും തിന്മയും നന്മയും സമമാകുകയില്ല. നന്മയനുസരിച്ച് ജീവിക്കുന്ന മുഅ്മിനീങ്ങൾ അവർ തന്നെയാണ് വിജയികൾ. ഫത്തഖുല്ലാഹ്,
അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, യാ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവരെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയിക്കാം. വിജയത്തിന്റെ 8ാമത്തെ മന്ത്രം ഇതാണ്. 9ാമത്തെ കാര്യം ഞാൻ ചുരുക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു ലാ തഅകുലു റിബാ അദ്ആഫ മുദാഅഫ വത്തഖുല്ലാഹ ലഅല്ലക്കും തുഫ്ലിഹൂൻ. ഈമാനുള്ളവരെ, മുഅ്മിനീങ്ങളെ, നിങ്ങൾ പലിശ അത് ഇരട്ടിയായി തിന്നരുതേ. പലിശയുടെ യാതൊരു ലാഞ്ചന പോലും നിങ്ങളുടെ സമ്പാദ്യത്തിൽ ഏൽക്കരുതേ. നിങ്ങൾക്ക് ദുനിയാവിൽ ഒന്നും നേടാൻ സാധിക്കുകയില്ല. പേരിന് പലതും നേടിയിട്ടുണ്ടാകും. ബറക്കത്ത് എന്ന് അള്ളാഹു ആകാശ ലോകത്ത് നിറക്കി തരുന്ന മഹത്തായ മൂല്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുകയില്ല. നിങ്ങൾക്കതിനുള്ള ഭാഗ്യമുണ്ടാകുകയില്ല. പലിശയുടെ ഏറ്റവും താഴ്ന്ന ശാഖ സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിന് സമാനമാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും താഴ്ന്ന ശാഖ മാതാവിനെ വ്യഭിചരിക്കുന്നതിന് സമാനമാണെന്ന് പറഞ്ഞാൽ മുസ്ലിം ഉമ്മത്തിന് എങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കും? എങ്ങനെ അതിനെ നിസാരമായി തള്ളിക്കളയാൻ സാധിക്കും? ലാ തഅകുലു റിബ, നിങ്ങൾ പലിശയെ ഭുജിക്കരുതേ. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. ലഅല്ലക്കും തുഫ്ലിഹൂൻ, എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാം. സാമ്പത്തിക രംഗത്തെക്കുറിച്ച്, പലിശ എന്ന മഹാമാരിയെക്കുറിച്ച് അല്ലാഹു താക്കീത് ചെയ്യുന്നു. 10ാമതായി ഞാൻ പറയട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ, ഇന്നമൽ ഖംറു വൽ മൈസിർ വൽ അൻസാബ് വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ. മദ്യപാനം, ചൂതാട്ടം, അതുപോലെ തന്നെ പ്രശ്നം വെച്ച് നോക്കുന്ന സാമഗ്രികൾ, വിഗ്രഹങ്ങൾ, പ്രതിഷ്ഠകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മറച്ചു വെച്ച കാര്യങ്ങൾ അറിയാമെന്ന വാദത്തിൽ പ്രശ്നം വെച്ച് കബഡി നിരത്തി, അതുപോലെ തന്നെ കളം വരച്ച് ഭാവി പ്രവചിക്കുന്നവർ, അതിന്റെ പിന്നാലെ പോകുന്നവർ, ഇങ്ങനെയുള്ള ക്ഷുദ്രപ്രവൃത്തികൾ അത് കൊണ്ടു നടക്കുന്നവർ, അതിന്റെ പിന്നാലെ ആകർഷിക്കപ്പെടുന്നവർ, അവരെല്ലാം അറിയുക, ഇതെല്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ, ശൈത്താനിന്റെ പൈശാചികമായ വൃത്തികളാണ്. ഫജ്തനിബു, നിങ്ങളത് വെടിയണേ. മദ്യപാനവും ചൂതാട്ടവും പ്രശ്നം വെച്ച് നോക്കലും ജാതകം പറയിപ്പിക്കലും കൈനോക്കലും ഭാവി പ്രവചിക്കാൻ മുസ്ലിമിന്റെ നാമധാരിയായ മുസ്ലിം വേഷം കെട്ടിയ തങ്ങന്മാരാകട്ടെ, അതല്ലെങ്കിൽ അപ്പുറത്തുള്ള പണിക്കന്മാരായ ജോത്സ്യന്മാരാകട്ടെ, ആരുടെയും പിന്നാലെ പോകാതെ സർവവും അല്ലാഹുൽ ബരമേൽപ്പിക്കുന്നവരാകുക നിങ്ങൾ. അതെല്ലാം പിശാചിന്റെ ക്ഷുദ്രപ്രവൃത്തികളാണ്. ഫജ്തനിബു, നിങ്ങൾ വെടിയുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ, എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാം. ചുരുക്കി പറഞ്ഞാൽ ആന്തരികമായ വിശ്വാസവും ബാഹ്യമായ അള്ളാഹുവിന് വേണ്ടിയുള്ള സൽക്കർമ്മങ്ങൾ, നിസ്കാരം, തലപ്പത്ത് നിൽക്കുന്ന അനുഷ്ഠാനങ്ങളും, അതോടൊപ്പം സമൂഹത്തിൽ നമുക്ക് സഹജീവികളോട് ബാധ്യതയുള്ള സാമ്പത്തിക രംഗത്തെ ബാധ്യതകളും നിറവേറ്റി അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്ന, അവനനുസരിക്കുന്ന, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമ്പൂർണ്ണമായി പിൻപറ്റുന്ന യഥാർത്ഥ മുസ്ലിമീങ്ങൾ, അവർക്കാണ് യഥാർത്ഥ വിജയം നേടാൻ സാധിക്കുക. ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ മാത്രമാണ് ദുനിയാവും നാളെ ആഖിറവും വെട്ടിപ്പിടിക്കുന്ന, സുഖിച്ചു ജീവിക്കുന്ന, എക്കാലത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകുന്ന മഹത്തായ വിജയം നേടുന്നവർ. അല്ലാഹു കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽമുഅ്മിനീന വൽമുഅ്മിനാത് വൽമുസ്ലിമീന വൽമുസ്ലിമാത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثراهم واجعل الجنة مأواهم يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. والحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين.